എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടുതൽ ആഴമേറിയ ദൈവവചന ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷാൽ വചനമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ വളരെ ബന്ധപ്പെടുന്നു. യാതൊരു കലർപ്പോ മായമോ ഇല്ലാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തനിമ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ ശക്തിയുള്ളവരായി തീരുക, ഇതത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജീസസ് എവരിഡേ എന്ന ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം 1 മിനിറ്റിൽ താഴെ ഓഡിയോ മെസ്സേജായി ഈ ഇതിനകത്ത് കാണുന്ന നമ്പറിൽ തന്നെ അത് നോട്ട് ചെയ്തിട്ട് അതിൽ വാട്സപ്പിൽ ഇടുക. കഴിയുന്ന അത്രയും പേർക്ക് ഞങ്ങൾ മറുപടി പ്രാർത്ഥനയായിട്ടും മറുപടിയായിട്ടും അയക്കാം. 1 മിനിറ്റിൽ കൂടിയാൽ ഞങ്ങൾക്ക് ചിലർ 5-10 മിനിറ്റൊക്കെ അവരുടെ കാര്യം ഓഡിയോ ആയിട്ട് പറയും. ഞങ്ങൾക്കത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള നീണ്ട സന്ദേശങ്ങൾ കേൾക്കാൻ സമയമെടുക്കാറില്ല. കാരണം വളരെ അത്യാവശ്യമുള്ള 1 മിനിറ്റിൽ താഴെയുള്ള ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങൾ, അടിയന്തര വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം കേട്ട് നിൽക്കാനുള്ള സമയക്കുറവ് കൊണ്ട് ക്ഷമിക്കുക. നിങ്ങൾ 1 മിനിറ്റിൽ താഴെ സമയത്തിൽ അത് അറിയിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി പല രാജ്യങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മൾ റോമാലേഖനം 2-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിലോട്ട് വരുന്നു. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. ഓരോ വ്യക്തികളും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ വ്യക്തികളും അറിയണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലവും കൂടി ഉണ്ടാകണം. നല്ല വൃക്ഷത്തിന് നല്ല ഫലമുണ്ടാകും, ചീത്ത വൃക്ഷത്തിന് ചീത്ത ഫലമുണ്ടാകും. ചീത്ത ഫലമുള്ളത് കൊണ്ടാണ് ആ വൃക്ഷത്തെ ചീത്ത വൃക്ഷമെന്ന് വിളിക്കുന്നത്. നല്ല ഫലമുള്ള വൃക്ഷം നിങ്ങൾ നോക്ക്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവ്, അതിൻ്റെ തടി വിലയുള്ളതല്ല, അത് വിറകിന് മാത്രമേ കൊള്ളൂ. ഇപ്പം ഗ്യാസിന് വില കൂടിയത് കൊണ്ട് വിറകിന് നല്ല വിലയാണ്. വിറകിന് മാത്രം കൊള്ളുമെന്ന് ഇപ്പോഴത്തെ സീസണിൽ പറയാൻ പറ്റില്ല. എന്നാൽ മറ്റുള്ള വൃക്ഷങ്ങൾ, തേക്ക്, അതിൽ നല്ല ഫലങ്ങളൊന്നുമില്ല. തേക്കും കായ തിന്നാറില്ല. എന്നാൽ ഫലമെന്ന് പറയുന്നത് അതിൻ്റെ മൂല്യമാണ് ആ വൃക്ഷത്തിന്. തേക്കിനൊരു നല്ല ഫലമില്ലെങ്കിലും തേക്കൊരു നല്ല ഫലമാണ്. തേക്ക് വൃക്ഷം. മാവിൻ്റെ തടി ഒരു പ്രയോജനമില്ല, എന്നിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് മാവ് നിൽപ്പുണ്ട്. തണൽ മരങ്ങളുണ്ടല്ലോ റോഡ് സൈഡിൽ നിൽക്കുന്ന, അതിൽ ഉള്ള കാഴ്ചയിലൊരു പുളിയുടെ കാ പോലെയുണ്ട്, പക്ഷേ അത് ഫലമുള്ളതല്ല, മനുഷ്യന് പ്രയോജനമില്ല. അതുകൊണ്ട് ആ വൃക്ഷത്തെ ആരും വീട്ടിൽ നടാറില്ല. റോഡ് സൈഡുകളിൽ തന്നെ മുളച്ചു വരുന്നതാണ്, ആരും നട്ടിട്ട് മുളക്കുന്നതൊന്നുമല്ല. നല്ല വൃക്ഷങ്ങൾക്ക് നല്ല ഫലം, നല്ല ഫലമുണ്ടോ ഉറപ്പാണ് ആ വൃക്ഷത്തെ നല്ല വൃക്ഷമെന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ നല്ല ഫലം കായ്ക്കുന്നതാണ്. ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസിക്ക് വന്ന് നല്ല പ്രവൃത്തിയില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം പൂർണ്ണമായി എന്നൊരു തെറ്റിദ്ധാരണയാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, സ്നാനപ്പെട്ട ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി, അവനിൽ നല്ല ഫലം കായ്ക്കുന്നത് അന്യഭാഷ പറഞ്ഞല്ല. അന്യഭാഷ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിക്കാനുള്ളതല്ല, അത് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അത് മനുഷ്യനോട് സംസാരിക്കാനുള്ളതല്ല. മനുഷ്യനോട് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവനോട് സംസാരിച്ച് അവനെ സ്നേഹിക്കുന്ന വാക്ക്, അവനെ ആശ്വസിപ്പിക്കുന്ന വാക്ക്, അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് അവൻ്റെ മുമ്പിൽ ഫലം കായ്ക്കണം. ഇതൊന്നും അറിയാതെ എല്ലായിടത്തും എവിടെയൊക്കെ അന്യഭാഷ പറയാമോ അവിടെയെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല.
നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ ഫലം കായ്ക്കുന്നതിലൂടെയാണ് അവിടെ തെളിയിക്കേണ്ടത്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന 7-ാമത്തെ വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത. അപ്പം നല്ല പ്രവൃത്തിക്ക് വേണ്ടത് എന്താണ്? സ്ഥിരത പൂണ്ട് ജീവിക്കണം. നല്ല പ്രവൃത്തിക്ക് ഒരു സ്ഥിരത ആവശ്യമാണ്. ചില മീറ്റിംഗ് കഴിയുമ്പോൾ നന്നായിട്ട്, ചില ദിവസങ്ങളിൽ നല്ലതായിരിക്കും. ഒരിക്കൽ ഒരു ഫാമിലി കോൺഫറൻസ് ഞാൻ നടത്തി. ആ ആഴ്ച ആ ഭാര്യ എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ആ ആഴ്ച അദ്ദേഹം ഒരു നല്ലൊരു ഭർത്താവായിട്ട് എന്നോട് പെരുമാറി. ഒരാഴ്ച. അതിനുശേഷം പഴയതുപോലെ തന്നെ ആയി. അപ്പോൾ ആ കോൺഫറൻസ് അദ്ദേഹത്തിൻ്റെ അകത്ത് കുറേ വചനങ്ങൾ, കുറേ ചിന്തകൾ കിടന്നതുകൊണ്ട് ആ ചിന്ത നിൽക്കും വരെ ഒരാഴ്ച. അതിനുശേഷം പഴയ പോലെയായി. അപ്പം നല്ല പ്രവർത്തികൾക്ക് സ്ഥിരത വേണം. ഒരു നല്ല ഭർത്താവാകാൻ, നല്ല ഭാര്യയാകാൻ, നല്ല പിതാവാകാൻ, നല്ല മാതാവാകാൻ, നല്ല മകനും മകളുമാകാൻ, ഒരു നല്ല വ്യക്തിയാകാൻ നല്ല പ്രവർത്തിക്ക് സ്ഥിരത വേണം. സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും ദൈവം കൊടുക്കും. അപ്പം നിത്യജീവനുമുണ്ട്, നിത്യ നരകവുമുണ്ട്. ഇതൊക്കെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അത് ലഭിക്കുമെന്ന്. നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത അത് ആചരിച്ച് തേജസ്സും മാനവും അക്ഷയതയും, ക്ഷയമില്ലാത്ത ഒരു ജീവിതവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. ഇത് അന്വേഷിച്ച് സ്വന്തമാക്കണം. തേജസ്സുള്ളൊരു ജീവിതം വേണമെന്നും മാന്യതയുള്ളൊരു ജീവിതം വേണമെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതം വേണമെന്നും നമ്മൾ ആഗ്രഹത്തോടെ അന്വേഷിക്കണം. ഒരു ജോലി അന്വേഷിച്ച് കണ്ടെത്തിയവരല്ലേ നമ്മൾ പലരും. ഒരു കുടുംബജീവിതം, എത്രയോ കല്യാണാലോചന വന്ന് മാറിപ്പോയി, പിന്നെ അന്വേഷിച്ച് അങ്ങനെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചതല്ലേ. എല്ലാ കാര്യവും നമ്മുടെ ഇന്നത്തെ ഉയർച്ചയെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയതിൽ നല്ല പങ്കില്ലേ? അന്വേഷിക്കാൻ കൃപ തന്നത് ദൈവമാണെങ്കിലും നമ്മൾ അന്വേഷിച്ചില്ലേ? ഇതുപോലെ തേജസ്സും മാനവും അക്ഷയതയും ഇത് നമ്മൾ അന്വേഷിച്ച് പ്രാപിച്ച് നിത്യജീവനുള്ളവരായി മാറണം. ഇത് നമ്മൾ തുടർന്ന് അന്വേഷിച്ച് നമ്മുടേതാക്കി മാറ്റണം. അതിനാണ് ഉപവസിക്കുന്നത്, അതിനാണ് ബൈബിൾ വായിക്കുന്നത്, അതിനാണ് ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം വില മുടക്കി നിൽക്കുന്നത്. ഇത് സ്വന്തമാക്കണം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. 2, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ രക്ഷിക്കപ്പെടും, രക്ഷ പൂർത്തിയാകും. അത് പ്രവൃത്തിയിലൂടെയാണ് പൂർത്തിയാകുന്നത്. ക്രൂശിലെ കള്ളൻ ആ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷ പൂർത്തിയായി. കാരണം തൻ്റെ കൈയും കാലും തുളയ്ക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. ഒരു പ്രവൃത്തിയും ചെയ്യാൻ തനിക്ക് അവസരമില്ല. എന്നാൽ നമുക്ക്, രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. നല്ല പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നമുക്ക് അവസരം തന്നു. ദൈവം തന്ന കുടുംബം അതിനാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. സ്ത്രീകൾ മക്കളെ നന്നായി പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒരു തലമുറയെ ദൈവത്തിനു വേണ്ടി വാർത്തെടുത്ത് അവർ രക്ഷ പ്രാപിക്കും എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഈ ഭൂമിയിലുള്ള ദൈവഹിതപ്രകാരമുള്ള സേവനങ്ങൾക്ക് തേജസ്സും മാനവും നിത്യതയും വെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെ പ്രവൃത്തി അനുസരിച്ച് തേജസ് വർദ്ധിക്കും.
ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് മാനമുണ്ടാവും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. മോശ പർവ്വതത്തിലോട്ട് കയറിപ്പോയി ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ തേജസ് വർദ്ധിച്ചു. ശമൂവേൽ ബാലൻ പെട്ടകത്തിൻ്റെ അരികിൽ കുഞ്ഞുനാളെ കിടന്ന് ദൈവത്തെ ബഹുമാനിച്ചു. അതുകൊണ്ട് അവൻ മാനിക്കപ്പെട്ടു. അപ്പം ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്ത് നമ്മളത് വർദ്ധിപ്പിച്ചെടുക്കണം. അതിനുള്ള കൃപയുള്ളവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലൂടെയും നിങ്ങൾ നിങ്ങളുടെ നിത്യജീവനെ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും പറ്റിയിരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് ബലപ്പെടാനുള്ള അവസരമായിട്ട് മാത്രം കണ്ട് കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം, കർത്താവിൽ ബലപ്പെടാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നന്മ ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് തേജസ്സും മാനവും നിത്യജീവനും പ്രാപിച്ച് കർത്താവിൻ്റെ പ്രസാദമുള്ളവരായി തീരുന്നൊരു സമൂഹമായി കർത്താവെ ഓരോ വ്യക്തികളെയും ബലപ്പെടുത്തണമേ. ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്ന വ്യക്തികൾക്ക് വെച്ചിരിക്കുന്ന കോപവും ക്രോധവും ഇത് കേൾക്കുന്ന ഒരാളിലേക്കും വരാതെ എല്ലാവരെയും നിത്യജീവൻ്റെ ഉടമസ്ഥരാക്കണമേ. തേജസ്സുള്ളവരായി ഇവർ തീരട്ടെ, മാനമുള്ളവരായി തീരട്ടെ, നിലനിൽക്കുന്നൊരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി ഇവർ മാറട്ടെ. ഈ വീടുകളിൽ ശരിയായ ദൈവിക വെളിച്ചമുണ്ടാകട്ടെ. സത്യാന്വേഷികളായി അനുഗ്രഹങ്ങളെ അന്വേഷിച്ച് പ്രാപിക്കട്ടെ. കൃപകളും വരങ്ങളും ഉള്ളവരായി ഓരോരുത്തരും തീരട്ടെ. നല്ല ഫലങ്ങൾ കായ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. ശക്തിയാ എന്നെ പൊതിയണേ യേശു.